ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി നീണ്ട കര എന്ന ക്രൈം ത്രില്ലറാണ്. മെഴുവേലി ബാബുജിയുടെ പ്രസിദ്ധമായ ഒരു ക്രൈം ത്രില്ലറാണ് നീണ്ട കര. എല്ലാവർക്കും നോവലിലേക്ക് സ്വാഗതം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നീണ്ടകര അധ്യായം 1. രചന മെഴുവേലി ബാബുജി, ശബ്ദം ജാഷി വയനാട്. കടൽക്കരയ്ക്ക് മീതെ വട്ടം ചുറ്റിക്കൊണ്ടിരുന്ന പരുന്തും കൂട്ടത്തിൽ നിന്നും ഒരെണ്ണം പൊടുന്നനെ ചിറകുകൾ വിടർത്തി വായ് പിളർന്നൊരു മിന്നൽ പോലെ താഴേക്ക് വന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ഔസേപ്പിൻ്റെ കുടിലിന് പിന്നിലെ മറപ്പുരയ്ക്കരികിൽ നിന്നും കോഴികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടു. കൊണ്ടുപോയല്ലോ മാതാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് കാതറിൻ അടുക്കളവാതിൽ വഴി പുറത്തേക്ക് കുതിച്ചു. അവളുടെ ചങ്ക് പൊട്ടിപ്പിളരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച വളർത്തിക്കൊണ്ടുവന്ന കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരെണ്ണത്തിനെ പരുന്ത് തൻ്റെ വലിയ നഖത്തിൽ കോർത്തുകൊണ്ട് മേലേക്കുയരുന്നു. നശിച്ചു പോകത്തേ ഉള്ളൂ കാല. തലയിൽ കൈവച്ചുകൊണ്ട് കാതറിൻ തറയിൽ കുത്തിയിരുന്നു. എന്നാ ഇച്ചാച്ചി, എന്തുപറ്റി? ബഹളം കെട്ട് അകത്തുനിന്ന് കാതറിൻ്റെ അനുജത്തി റോസ്ലിൻ ഇറങ്ങി വന്നു. ഇരുനിറവും മെല്ലിച്ച ശരീരവുമുള്ള ഒരു പെൺകുട്ടി. ഒരാന ഇരട്ടമുട്ടയിട്ടു. കാതറിൻ കലിതുള്ളി. ഓ കാളി, രാവിലെ തുള്ളൽ തുടങ്ങി. റോസ്ലിൻ പിറുപിറുത്തു. എന്നതാടി, നീ എന്നതാ പറഞ്ഞെന്ന്? റോസ്ലിൻ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് കാതറിൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് കാതറിൻ്റെ നെറ്റിയുടെ വലതുവശത്തോട് ചേർന്നൊരു ശബ്ദം. തോലഞ്ഞല്ലോ. ഇതും കീറി. അവൾ നൈറ്റിയുടെ കൈ പിടിച്ചു നോക്കി. തുടങ്ങിയോ രാവിലെ രണ്ടാളും കൂടി? മുഖം കഴുകി തുടച്ചുകൊണ്ട് ഔസേപ്പ് മക്കൾക്കരികിലേക്ക് വന്നു. അല്ലപ്പാ, രാവിലെ കോഴിക്കുഞ്ഞിനെ പരുന്നു കൊണ്ടുപോയതും പോരാ, ഇവിടെ വർത്താനം കൂടെ കേൾക്കുമ്പോൾ. ഔസേപ്പ് ചിരിച്ചു. പോയതൊന്നും നമുക്കുള്ളതല്ല മോളെ. കർത്താവ് മിശിഹ തമ്പുരാൻ വിധിച്ചതേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് പറയുമ്പോൾ ഔസേപ്പിൻ്റെ ശബ്ദം പതറിയിരുന്നു. കണ്ണുകളിൽ നനവൂർന്ന ഭാവം. കാതറിനത് മനസ്സിലാക്കി. എങ്കിലും പറഞ്ഞു, അതൊക്കെ അപ്പന് പറയാം. 15 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ 6 എണ്ണത്തിനെ പരുന്ത് വായിലിട്ടു. അത് കള. മോള് പോയി ഇച്ചിരി കാപ്പി ഇട്ടുകൊണ്ട് വാ. ഞാനൊന്ന് ഇറങ്ങിയച്ചും വരാം. ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. ഇതുപോലെ തിരിച്ചു വന്നേക്കണം. ഇന്ന് കൊച്ചു ദ്രസ്യയിൽ ആദ്യം പോവാണെന്ന് ഓർക്കണം. ഔസേപ്പ് പിന്നെയും ചിരിച്ചു. പരുന്ത് വന്നപ്പോൾ എവിടെയോ ഒളിച്ചിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെയും തള്ളക്കോഴിക്കരികിലെത്തിയിരുന്നു. കാതറിന് പിന്നാലെ റോസ്ലിനും അകത്തേക്ക് പോയി. ഔസേപ്പിന് മക്കൾ 4 പേരാണ്. 3 പെണ്ണും ഒരാണും. ഏറ്റവും ഇളയതാണ് ആണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോബിൻ. കാതറിന് ഇപ്പോൾ 20 കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതോടെ പഠിത്തം നിർത്തി. റോസ്ലിൻ +2 പഠിക്കുന്നു. 3ാമത്തെ ആൾ മേരി 10ാം സ്റ്റാൻഡേർഡിലും. ജോബിൻ്റെ ജനനത്തോടെ ഔസേപ്പിൻ്റെ ഭാര്യ ത്രേസ്യാമ്മ മരിച്ചു. പിന്നീട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് കാതറിനാണ്. അനുജത്തിമാരെ അപേക്ഷിച്ച് കർത്താവ് അവൾക്ക് സൗന്ദര്യം ആവോളം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുറയിലെ ചെറുപ്പക്കാരുടെ എന്നല്ല, നീണ്ടകരയിലെ മുതലാളി പയ്യന്മാരുടെ പോലും ഉറക്കം കെടുത്താറുണ്ട് അവൾ. പക്ഷെ കാതറിനറിയാം താൻ ആരാണെന്ന്. യാതൊരു പ്രലോഭനത്തിലും അവൾ വീഴാറില്ല. പാപ്പച്ചി എന്നറിയപ്പെടുന്ന നീണ്ടകരയിലെ ഒരു കോടീശ്വരൻ ക്ലീറ്റസിൻ്റെ മകൾ ഡെന്നീസ് ഒരിക്കൽ ഹാർബറിനടുത്ത് വെച്ച് അവളുടെ കയ്യിൽ കടന്നു പിടിക്കുക വരെ ചെയ്തു. ഒന്നും നോക്കിയില്ല. കാതറിൻ ചെരുപ്പൂരി ആ കാരണത്തൊന്ന് കൊടുത്തു. ഒപ്പം ഒരു താക്കീതും. മോനെ, ഇത് പെണ്ണ് വേറെയാ. വെളച്ചിലെടുത്താൽ അളിഞ്ഞ മീനിനേക്കാൾ നീ നാറും. അന്നു മുതൽ പകമൂത്ത് നടക്കുകയാണ് അവന്. കാതറിൻ കാപ്പിയിട്ട് കൊണ്ടുവന്ന് ഔസേപ്പിന് കൊടുത്തു. അയാൾ ഊതി കുടിക്കുമ്പോൾ അവൾ തിരക്കി. ആരൊക്കെയാപ്പാ കൂടെ വരണത്? സുലൈമാനും കറിയായും രാമനും. കാതറിൻ്റെ കണ്ണുകൾ കടലിലേക്ക് നീണ്ടു. അലറിത്തിമിർക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ ഒരു വള്ളം തെന്നി പോകുന്നു. ഔസേപ്പിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ബോട്ട് വാങ്ങുക എന്നത്. 4-5 പേർക്ക് കടലിൽ പോകാവുന്ന ഒരു കൊച്ചു ബോട്ട്. അതിന് അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവും ബാങ്ക് ലോണും ചേർത്ത് 1.5 ലക്ഷത്തോളം രൂപയുണ്ടാക്കി. അവസാനം ബോട്ട് വാങ്ങി. ഇന്നാണ് ആദ്യമായിട്ട് അതിൽ കടലിൽ പോകുന്നത്.
അതിന് വിശ്വസ്തരായ 3 സുഹൃത്തുക്കളെ കൂടി അയാൾ തിരഞ്ഞെടുത്തു. കാപ്പി ഗ്ലാസ് തിരിച്ചു കൊടുത്ത് ഔസേപ്പ് കാലുകൾ നീട്ടിവെച്ച് നടന്നു. തിരത്തലപ്പിൽ കരയിലേക്ക് വരുന്ന ഞണ്ടുകളെയും ചെറുജീവികളെയും പരുന്തുകളും കാക്കകളും കൊത്തിപ്പിടിക്കുന്നു. അയാൾ ഫിഷിംഗ് ഹാർബറിൽ എത്തുമ്പോൾ നല്ല തിരക്കായിരുന്നു. രാവിലെ എത്തിയ ബോട്ടുകളിലെ മത്സ്യങ്ങൾ ലേലം ചെയ്യുകയാണ് ഏജൻറ്റുമാർ. 7000, 7500, 750, 8000, 8000. മേരിയും ജോബിനും സഞ്ചിയും തൂക്കി എതിരെ വന്നു. മമ്മദിൻ്റെ പലചരക്ക് കടയിൽ പോയതായിരുന്നു അവർ. അപ്പനെങ്ങോട്ടാ? ജോബിൻ ചോദിച്ചു. കവല വരെ. ഔസേപ്പ് നടന്നു. ഇടവഴിയും പള്ളിയും പിന്നിട്ട് ബാറിന് മുന്നിലെത്തിയപ്പോൾ അവിടെ നല്ല തിരക്ക്. ബാറിൻ്റെ ഷട്ടർ പകുതി താഴ്ത്തിയിട്ടിരിക്കുകയാണെങ്കിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഔസേപ്പ് പാലത്തിലൂടെ അക്കരയ്ക്ക് പോയി. റോഡിൽ നല്ല തിരക്കായിരുന്നു. തുരുതുരാ പായുന്ന വാഹനങ്ങൾ, കിഴക്ക് ഭാഗത്ത് നിരനിരയായി കിടക്കുന്ന ബോട്ടുകൾ, അവയ്ക്കിടയിൽ തൻ്റെ കൊച്ചു ത്രേസ്യമുണ്ട്. കുറ്റുവലപ്പാടിൽ വലയിടുന്ന ചെറുവള്ളങ്ങൾ, ഓട്ടം കഴിഞ്ഞെത്തിയ വലിയ ബോട്ടുകളിൽ നിന്നും സ്റ്റീൽ റോപ്പ് വലിച്ച് കരയിലേക്ക് നീട്ടിയിടുന്ന മത്സ്യത്തൊഴിലാളികൾ. അക്കരെ കായൽ മീനുകളുടെ ലേലവും നടക്കുന്നുണ്ടായിരുന്നു. അധികവും ചെമ്മീനാണ്. ഔസേപ്പ് റോഡ് മുറിച്ച് കടന്ന് പമ്പും പിന്നിട്ട് നീങ്ങി. അല്ല, ഇതാര്? ഔസേപ്പ് മുതലാളിയോ? പിന്നിൽ നിന്ന് ആരോ ചോദിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. സ്പാനർ ആൻ്റണി. ബോട്ട് മെക്കാനിക്ക് എന്നറിയപ്പെടുന്ന ഗുണ്ടയുമാണ്. ആരെയും കൂസാത്ത സകല ദുർഗണങ്ങളുടെയും ചെകുത്താൻ. ഔസേപ്പ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ചുവന്ന് കലങ്ങിയിരിക്കുന്നു. രാവിലെ കുടിച്ചിട്ടുണ്ട്. എന്താണോ ചോദിച്ചത്? കേട്ടില്ലേ? കേട്ടടാ ആൻ്റണി, നല്ലോണം കേട്ടു. ഔസേപ്പ് നീട്ടിയൊന്ന് തുപ്പി. വയസ്സ് 19 ആയെന്ന് കരുതി കയറി നിരങ്ങാൻ നോക്കല്ലേ. കുറേ നാളായി ആരോടും ഒന്നിനും പോകാതെ ഒഴിഞ്ഞു നടക്കുക ഞാൻ. മറക്കല്ലേ. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് ആൻ്റണിക്ക് മനസ്സിലായി. താൻ എന്തോ ചെയ്യും? നീ ഇപ്പോൾ പോ. വെളിയുള്ളപ്പം നിൻ്റെ അപ്പനോട് ചെന്ന് ചോദിക്കടാ, അല്ലെങ്കിൽ നിൻ്റെ മുതലോളിയോട് ചോദിക്കടാ ഔസേപ്പ് ആരാണെന്ന്. അവർ പറഞ്ഞുതരും. ആൻ്റണിയെ ശ്രദ്ധിക്കാതെ ഔസേപ്പ് നടന്നുപോയി. പല്ലു കടിച്ച് ആൻ്റണി നിന്നു. ഔസേപ്പ് ബോട്ടിനടുത്തെത്തി. ഭാര്യയുടെ പേര് ത്രേസ്യാമ്മ എന്നായിരുന്നെങ്കിലും അയാൾ അവരെ കൊച്ചു ത്രേസ്യ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ പേരാണ് ബോട്ടിനിട്ടിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവളോട് എന്ന വണ്ണം അയാൾക്ക് ആ ബോട്ടിനോട് സ്നേഹം തോന്നി. ഇനിയുള്ള തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ബോട്ടാണിത്. നല്ലൊരു സംഖ്യ ബാങ്കിൽ തിരിച്ചടയ്ക്കണം. പിന്നെ വീട്ടു ചെലവുകൾ. ഖാദറിനെങ്കിലും അധികം വൈകാതെ കെട്ടിച്ചയക്കണം. കാർത്തിക പള്ളിക്കാരൻ ഒരു പയ്യനെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. മീൻ കോരാൻ ബഹുമെടുക്കാൻ. അതേ തൽക്കാലം നോക്കുന്നുള്ളൂ. വെയിലിൽ നല്ല ചൂടുണ്ട്. ഔസേപ്പ് തിരിഞ്ഞു നടന്നു. സുലൈമാനും കറിയായനെയും രാമനെയും ഒന്നും കാണണം. വലയൊക്കെ അവരാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അയാൾ കുരിശുതൊട്ടിക്കരികിലൂടെ പടിഞ്ഞാറോട്ട് നടന്നു. മൂവരുടെയും വീടുകൾ ആ ഭാഗത്താണ്. പക്ഷേ അവിടെ എത്തിയ ഔസേപ്പ് ഒന്ന് പകച്ചു. മൂവരും സ്ഥലത്തില്ല. വെളുപ്പിന് ക്ലീറ്റസിൻ്റെ ബോട്ടിൽ കടലിൽ പോയിരിക്കുന്നു. എൻ്റെ കൂടെ വരണ കാര്യം പറഞ്ഞില്ലേ? ഔസേപ്പ് സുലൈമാൻ്റെ ബേബിയോട് തിരക്കി. ഇവിടെ ഒന്നും പറഞ്ഞില്ല. അവർ കൂടുതൽ വിശദീകരിക്കാതെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഔസേപ്പ് തകർന്നുപോയി. കടൽ ഭിത്തിയിലല്ല, തൻ്റെ ഹൃദയത്തിലാണ് തിരമാലകൾ തല്ലി അലയ്ക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു. ചതിയായിപ്പോയല്ലോ കർത്താവേ, ഇതെന്നാ പരീക്ഷണം. വലയിട്ടില്ലെങ്കിൽ പോട്ടെ, ചൂണ്ടയിടാം. എന്നാലും ഇവരുടെ കാലുമാറ്റം. വേച്ചു പോകുന്ന കാലുകളോടെ അയാൾ തിരിച്ചു നടന്നു. ക്ലീറ്റസിൻ്റെ കളിയാണിതെന്ന് മനസ്സ് മന്ത്രിച്ചു. തന്നോട് തീർത്താൽ തീരാത്ത പകയുണ്ടല്ലോ അയാൾക്ക്. താനും അയാളും ചെറുപ്പം മുതലേ ഒന്നിച്ച് കടലിൽ പോയിട്ടുള്ളവരാണ്. പക്ഷെ കാലം മാറിയപ്പോൾ പണം ഉണ്ടാക്കാൻ ക്ലീറ്റസ് വളഞ്ഞ വഴികൾ പലതും തേടി. കള്ളക്കടത്തും മയക്കുമരുന്നും അങ്ങനെയുള്ള കച്ചവടമൊക്കെ അതിൽപ്പെട്ടിരുന്നു. എല്ലാം താൻ മനസ്സിലാക്കി സൂക്ഷിച്ചു വെച്ചു. അതിൻ്റെ പങ്ക് വേണ്ടെന്ന് മാത്രം തുറന്നു പറഞ്ഞു. പക്ഷേ കടലോരം കിടുങ്ങിയ ആ ദിവസം, മനസ്സറിയാതെ കടലിൻ്റെ മക്കളും മർദ്ദനം ഏറ്റുവാങ്ങിയ ദിവസങ്ങൾ, നീണ്ടകരയിൽ കാക്കിപ്പട തേർവാഴ്ച നടത്തുന്ന ആളുകൾ, നിരപരാധികൾ അടിയേറ്റ് പിടയുന്നത് കണ്ടപ്പോഴും മനസ്സിലെ രഹസ്യം പുറത്തു പറയാനാവാതെ നിസ്സഹായനായി പോയ തനിക്ക് അവസാനം ആ തീരുമാനം എടുക്കേണ്ടി വന്നു. പാപ്പച്ചയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുക.
അവനോടത് തുറന്നു പറഞ്ഞിട്ടാണ് താൻ പോകുന്നത്. 4 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. താൻ ഗേറ്റ് കിടക്കും മുമ്പേ അവൻ വിളിച്ചു പറഞ്ഞത് ഇന്നും കാതുകളിലുണ്ട്. പോയിക്കോടാ, പോയിക്കോ, പോയി നിൻ്റെ അന്ത്യകൂദാശ നടത്തിക്കോ. പാപ്പച്ചിയോട് കളിച്ചിട്ടുള്ളവർക്ക് എന്തു പറ്റിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ നിനക്ക്. വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി താൻ മനസ്സിലാക്കി. എങ്കിലും മറുപടി പറഞ്ഞില്ല. അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച ഒരുവനോട് പന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നറിയായിരുന്നു. പക്ഷെ താണെന്ന് ചുണ്ടനയ്ക്ക ഈ നീണ്ടകരയിലെ ജനങ്ങൾ അവനെ പിച്ചി ചീന്തും. ഒരുപാട് പേരുടെ ചോരയിൽ കുതിർത്ത പണിത അവൻ്റെ കൊട്ടാരം കല്ലിന്മേ കല്ല് ശേഷിക്കാതെ തകർന്ന് തരിപ്പണമാകും. അത് പിന്നെ എന്തൊക്കെ തരത്തിൽ അവൻ തന്നെ ദ്രോഹിക്കാൻ നോക്കി. ഇപ്പോൾ ഇങ്ങനെയും. എങ്കിലും അയാളെ പറ്റിയുള്ള രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഒരു ബോംബ് കാത്തു സൂക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഔസേപ്പച്ചന് അറിയാം. പാപ്പച്ചി ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാവും. നീണ്ടകരയ്ക്ക് മുകളിൽ കത്തിക്കാളുകയാണ് സൂര്യൻ. തിരത്തലപ്പുകൾ വെയിലിൽ പ്രതിഫലിച്ചു. ഹാർബർ പിന്നിടുമ്പോൾ അകലെ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പൽ ഔസേപ്പിൻ്റെ കണ്ണിലുടക്കി. അയാൾ തുറയിലെത്തി. വൈകിട്ട് കടലിൽ പോകേണ്ട മത്സ്യത്തൊഴിലാളികൾ തെങ്ങുകളുടെ നിഴലിലായിരുന്നു ചീട്ട് കളിക്കുന്നു. ചിലർ പൊട്ടിപ്പോയ വലയുടെ ഇഴ ചേർക്കുന്നുണ്ട്. വേറെ ചിലർ തടകെട്ടുന്നു. മറിയത്തള്ള നന്ദൽ ഉണക്കുന്നു. എടാ ഔസേപ്പേ, അയാളെ കണ്ട് ആ വൃദ്ധ വിളിച്ചു. ഔസേപ്പ് നിന്നു. ഇന്നല്ലടാ നിൻ്റെ ബോട്ട് കടലിൽ പോണത്? ആണ് തള്ളേ. നന്നായി വരുവാടാ നീ. തള്ള ജോലി തുറന്നു. 75 വയസ്സുണ്ട് മറിയത്തള്ളയ്ക്ക്. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഭർത്താവും മക്കളോ ആരുമില്ല. ഔസേപ്പ് തോർത്തെടുത്ത് കഴുത്തും മുഖവും തുടച്ചുകൊണ്ടാണ് കുടിലിൻ്റെ തിണ്ണയിലേക്ക് കയറിയത്. മോളെ, ഇച്ചിരി വെള്ളം താ കുടിക്കാൻ. ഇതാ കൊണ്ടുവരുന്നപ്പാ. അകത്തുനിന്നും കാതറിൻ്റെ ശബ്ദം. അവളൊരു കോപ്പയിൽ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഔസേപ്പ് മുറ്റത്തേക്ക് കാൽ നീട്ടിയിട്ട് തിണ്ണയിലിരുന്നു. എല്ലാവരും അപ്പനെ ചതിക്കുക മോളെ. കാതറിന് അമ്പരന്നു. എന്താപ്പാ, എന്ത് സംഭവിച്ചു? റോസ്ലിനും ജോബനും വാതുക്കലെത്തി. അല്പം കഴിഞ്ഞാണ് ഔസേപ്പ് മറുപടി പറഞ്ഞത്. അപ്പൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരൊക്കെ കാലുമാറി. അയാൾ സംഭവം പറഞ്ഞു. അല്പനേരത്തേക്ക് ആരും മിണ്ടിയില്ല. തങ്ങളുടെ ബോട്ട് കടലിലിറക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കാതറിനും സഹോദരങ്ങളും. ഒരു നിമിഷം കൊണ്ട് സന്തോഷം കെട്ടു. കാതറിൻ കടലിലേക്ക് കണ്ണയച്ചു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മറ്റാരും ഇല്ലെങ്കിൽ വേണ്ടപ്പാ, ഞാൻ വരാം അപ്പൻ്റെ കൂടെ കടലിലേക്ക്. എനിക്ക് പേടിയില്ല. വേണ്ട മോളെ. 10ാം വയസ്സിൽ കടലിൽ പോയി തുടങ്ങിയവന് അപ്പൻ. ആര് നോക്കിയാലും തോൽപ്പിക്കാൻ പറ്റിയല്ല അപ്പന്. അപ്പൻ ഒറ്റയ്ക്ക് പോകും. പഴയൊരു അടക്കൻ കൊല്ലി വല തനിക്കുണ്ട്. പക്ഷെ അതിടാൻ ഒറ്റയ്ക്ക് കഴിയാത്തതിൽ കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചു ഔസേപ്പ്. വൈകിട്ട് 5 മണി. ഔസേപ്പിൻ്റെ മക്കളും അയൽക്കാരും മറിയത്തള്ളയും ഒക്കെ ഹാർബറിലുണ്ടായിരുന്നു. ഔസേപ്പ് അക്കരെ പോയി ബോട്ടടിച്ചു വിട്ടു. ഡീസലടിച്ച് ഹാർബറിലെത്തി. ഭക്ഷണവും വെള്ളമൊക്കെ മക്കൾ അപ്പനെ ഏൽപ്പിച്ചു. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ചൂണ്ടയും മറ്റും എടുത്തിട്ട് അതൊക്കെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഔസേപ്പ് ഉറപ്പാക്കി. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. കാതറിൻ്റെ കൺകോണുകളിൽ 2 തുള്ളികൾ തിളങ്ങിയെങ്കിലും അപ്പനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. എല്ലാവരെയും ഒന്നുകൂടി നോക്കിയിട്ട് ഔസേപ്പ് ജലപ്പരപ്പിലൂടെ കായൽ കടന്ന് കടലിലേക്ക് പോയി. ഹാർബറിൽ കുറേ പേര് പുച്ഛത്തോടെ ഇത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ബോട്ടൊരു പൊട്ടുപോലെ മറഞ്ഞു. കാതറീനും മറ്റും തിരിച്ചു നടന്നു. ആളുകൾ അവളെ അടിമുടി നോക്കി. പക്ഷേ അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. തൻ്റെ അപ്പന് വേണ്ടി അവൾ മനമൊരുകി മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. സന്ധ്യ വന്നു. തുറയിലെ വിളക്കുകൾ തെളിഞ്ഞു. ഉൾക്കടലിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഔസേപ്പ്. ബോട്ടിൻ്റെ വേഗത കുറിച്ച് അയാൾ ചൂണ്ടകളിൽ ഇരകോർത്ത് കടലിലേക്കെറിഞ്ഞു. ചൂണ്ടച്ചരട് ബോട്ടിൽ കെട്ടി. ധാരാളം ബോട്ടുകൾ അങ്ങിങ്ങ് ചലിക്കുന്നുണ്ട്. അയാൾ റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചു. സമയം കടന്നുപോയി. ചൂണ്ട ചലിച്ചു. ഔസേപ്പിൻ്റെ ഹൃദയം പിടഞ്ഞു. ദൈവത്തെ മനസ്സിലോർത്ത് അയാൾ ചൂണ്ട വലിച്ചു. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഒരു വലിയ നെയ്മീൻ. 10 കിലോയിൽ കുറയില്ല. അയാൾ കടലമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഉദ്ഘാടനം കേമം. സമയം പോകുന്തോറും തൻ്റെ കന്യായാത്ര നഷ്ടമല്ലെന്ന് അയാൾ അറിഞ്ഞു. ഒരു ബീഡിക്ക് തീ കൊളുത്തിക്കൊണ്ട് അയാൾ പിന്നെയും ചൂണ്ടയിൽ ഇര കോർത്തെറിഞ്ഞു. നിലാവ് തെളിഞ്ഞു. കുഞ്ഞോളങ്ങളെ തിളങ്ങി. തട ശക്തിയിലൊന്നുലഞ്ഞു. ഒപ്പം ബോട്ട് ചലിച്ചതുപോലെ.
ഔസേപ്പ് എണീറ്റ് നിന്ന് ചൂണ്ട വലിച്ചു. ചൂണ്ടയിൽ കൊമ്പൻ കുരുത്തോ? അയാൾ സംശയിച്ചു. പക്ഷേ പൊടുന്നനെ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉയർന്നു വന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ കയ്യിൽ ഒരു കത്തി തിളങ്ങി. ഔസേപ്പിൻ്റെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി വീണു. ബോട്ടിൻ്റെ സൈഡിൽ പിടിച്ച ആ രൂപം ഡോൾഫിൻ കണക്കെ മുകളിലേക്ക് കുതിച്ചുയർന്നു. കത്തി മിന്നായം പോലെ ഔസേപ്പിൻ്റെ അടിവയറ് ലക്ഷ്യമാക്കി പുളഞ്ഞു. മക്കളെ! ഔസേപ്പിൻ്റെ ഹൃദയം പിളരുന്ന നിലവിളി കടലമ്മ ഏറ്റുപിടിച്ചു. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ വീണ്ടും ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.